കുഴപ്പമില്ല മോനെ, നിന്നെ എത്രയും വേഗം ഇറക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യാം. ധൈര്യമായിരിക്കും. മതി മതി നടക്ക. പ്രൊഫസറെ, കലാശക്കൊട്ട് കഴിഞ്ഞു. ആദ്യ ജയം പ്രൊഫസർക്ക്. ഒക്കെ നല്ലതിനാ പ്രൊഫസറെ, നല്ലതിനാ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനിപ്പോ വന്ന അവിടുത്തെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സാറാമ്മയോട്, എൻ്റെ മോളോട് എന്തു പറയൂടോ? വിധി എന്തായാലും വിളിച്ചു പറയണമെന്ന് സാറാമ്മയോട് പ്രത്യേകം പറഞ്ഞതാ. എടോ ചെറായി, എന്തോ താൻ തന്നെ ഒന്ന് വിളിച്ചു പറ. ഹലോ, അതെ സാറാമ്മയാണ്. മമ്മി, എന്താ മമ്മി? എന്താന്ന് പറ പ്ലീസ്. കോടതി വിധി വന്നു. എന്നിട്ട് വിധി വില്യത്തിനെതിരെ അവൻ
നീ ജയിലിലേക്ക് കൊണ്ടുപോയി. കൊലവിളി നടത്തിയ കൊമ്പനാ വീണത്. ആ വീഴ്ച ആവശ്യവുമായിരുന്നു. പണത്തിനും സ്വാധീനത്തിനും മീതെ മറ്റു പലതും ഉണ്ടെന്ന് ഇവനൊക്കെ മനസ്സിലാക്കണമല്ലോ. തൽക്കാലം ജയം നമുക്ക് അനുകൂലമായി. തോറ്റത് ശക്തനായതുകൊണ്ട് അനന്തര നടപടി ഉണ്ടാവാം. താൻ കുറേയൊക്കെ സൂക്ഷിക്കണം. പതിയിരുന്ന് ആക്രമിക്കുന്നതിന് ഭയത്തോടെ വീക്ഷിക്കുന്നത് നല്ലതാ. അങ്ങനെ ഭയന്നാ ജീവിക്കാനൊക്കെ മുകുന്ദേട്ടാ. ചേട്ടൻ പോലും ഇപ്പൊ അലക്സാണ്ടറുടെ ശത്രുവല്ലേ? അതെ, ബന്ധുക്കള്, ഭാര്യ, മക്കൾ ആരുമില്ല എനിക്ക്. അങ്ങനെ ഒരാൾക്ക് ആരുടെയും ശത്രുവാവാം. പക്ഷേ തൻ്റെ കാര്യം അതല്ല. താൻ ഒറ്റയ്ക്കില്ല. കുടുംബം മുഴുവൻ തൻ്റെ ചുവലിലാണ്. അച്ഛൻ്റെ ചെറിനുള്ളിൽ ഒളിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ, ഒരു ചെറിയ പ്രതിസന്ധി പോലും തൻ്റെ ഇടത്തോടെ തള്ളാൻ ചെയ്യാൻ കഴിയാത്ത ഭാര്യ. ബന്ധങ്ങളുടെ ഇഴകൾ ശക്തമാകുമ്പോൾ കുറേയൊക്കെ ഭയം മനസ്സിൽ സൂക്ഷിക്കണോടോ. എന്താടോ? കുറച്ചൊക്കെ ആശങ്ക എനിക്കും ഇല്ലാതില്ല. ഞാൻ ചെറുതായി തളർന്നാൽ വാടി വീണു പോകുന്ന ഫാമിലിയാ എൻ്റേത്. അതുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിലെങ്കിലും ബോൾഡായേ മതിയാവൂ. ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ വീട്ടിൽ അഭിപ്രായഭിന്നതയാ. എന്നെ കുറച്ചൊക്കെ അനുകൂലിക്കുന്നത് ഇളയവൾ മാത്ര. ബാക്കി രണ്ടാളും ഭയത്തിൻ്റെ നിഴലിൽ തന്നെയാ. എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് അവരുടെ ഭയം. പക്ഷേ എൻ്റെ ഭയം മറിച്ചാ. എൻ്റെ ബലഹീനത എൻ്റെ ഭാര്യയും മക്കളുമാണെന്ന് കരുതി അവരെ അലക്സാണ്ടർ എന്തെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലേ? സംഭവിക്കരുതെന്ന് തന്നെ ആഗ്രഹം. അതാ പ്രാർത്ഥന. ഭീഷണിയുള്ള സ്ഥിതിക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലൊരു കണ്ണുള്ള നല്ലതാ. സമയം അതിയായി. വേഗം വീട്ടിലേക്ക് എല്ലാം നോക്ക്. അവിടെ തന്നെ ഭാര്യയും കുട്ടികളും ആദ്യയോടെ കാത്തിരിപ്പുണ്ടാവും. ചെല്ല്. അച്ഛനൊപ്പം കോടതി പോയെങ്കിൽ ഈ ആകാംക്ഷയുടെ കാര്യമില്ലായിരുന്നു. ഇതിപ്പോ വിധി എന്തായെന്നറിയാൻ അച്ഛൻ വരുന്നതുവരെ കാത്തിരിക്കണം. നിനക്ക് വിധിയറിയാൻ തിരക്ക്. മാഷിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നാ ബാക്കിയുള്ളവരുടെ പേടി. മുകുന്ദമാമ കൂടെ ഉണ്ടല്ലോ അമ്മേ, അതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും അമ്മയ്ക്ക് പേടിയാ മോളെ. അറുത്തിട്ട എഴുന്നേറ്റ് വന്ന് രക്തം കുടിക്കുന്ന ഇനങ്ങളാ. അത്തരക്കാരോട് മത്സരിക്കുമ്പോ സമാധാനം പോകുന്ന വീട്ടിലിരിക്കുന്നവരുടെയാ. വിധി എന്തായച്ചാ? വില്യത്തിന് 25,000 രൂപ പിഴയും 2 വർഷത്തെ കഠിന തടവും. അവനത് പോരായിരുന്നു. വിധി പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്ത് പ്രശ്നം? ഒന്നും ഉണ്ടായില്ല. പ്രതിയെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി, അത്ര തന്നെ. 2 വർഷം എന്ന് പറയുന്നത് അത്ര വലിയ കാലാവധിയൊന്നുമല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അതങ്ങ് തീരും. വില്യം ജയിലിൽ നിന്ന് പുറത്തു കിടക്കുക ഏത് രൂപത്തിലാണോ എന്തോ. വിധി കേൾക്കാൻ അലക്സാണ്ടർ വന്നിരുന്നു. ആ, വന്നിരുന്നു. എന്നിട്ട് അയാളെന്താ? വിധി കേട്ടു, മോനെ യാത്രയാക്കി. നിസ്സാരമായിട്ട് തള്ളണ്ട. മോന്റെ ജയിൽ ശിക്ഷയ്ക്ക് പകരം ചോദിക്കാൻ അയാൾ വരും. ഉറപ്പായും വരും. എടോ വിശ്വ, എന്റെ ടെൻഷൻ മാറാൻ തന്റെ സഹായം അത്യാവശ്യമായി വന്നിരിക്കുന്ന സന്ദർഭമായത്. മുതലാളി ധൈര്യമായിട്ടിരിക്കെ ഒക്കെ മുതലാളിയുടെ പരിധി തന്നെ വരും. പലതവണ നമ്മുടെ പ്ലാനിങ് പാളിപ്പോയതാണ്. ഇവിടെ പിഴവ് സംഭവിക്കരുത്. കാരണം പറഞ്ഞ സത്യമാണ്. വിജയങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതേവരെ. ഇപ്പൊ പോക്ക് താഴോട്ടാ. വീണ്ടും ജയിക്കണം എനിക്ക്. അതിനായി പണം എത്ര വേണമെങ്കിലും ഞാൻ വാരിയെറിയും. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു അവസാനം. ഞാനും ചിലതൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. മുതലാളിയുടെ പണം കുറെ പറ്റിയവനാ ഞാൻ. പ്രത്യുപകാരം ചെയ്യാൻ അവസരം കിട്ടിയ സ്ഥിതിക്ക് അത് ചെയ്യേണ്ട രീതി തന്നെ ചെയ്യണം. തനിക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ. വക്കീലിന്റെ ഉപദേശം സ്വീകരിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ നിയമവശം മാത്രം താൻ എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി. എന്താ ലക്ഷ്യ? വാ പറയാം.
കണ്ണാട്ടാ വാ. എങ്ങനുണ്ട്? തുടക്കം മുതൽ ഒടുക്കം വരെ അലക്സ് ചായം പറഞ്ഞ പോലെ നടന്ന ഇതൊരു ഗ്രേറ്റ് സക്സസ് ആയിരുന്നു. ഉറപ്പിച്ച വക്കീലെ, തുടക്കവും ഒടുക്കവും പിഴക്കില്ല. അലക്സ് അച്ചായന്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ പിരിമുറുക്കുണ്ടല്ലോ, അതുടനെ മായും. മുഖം തെളിയെന്നർത്ഥം. നോക്കിയേ, ഇത് കണ്ട. കോളേജ് പ്രൊഫസർക്കെതിരെ വധശ്രമം, പ്രതിക്ക് 2 വർഷം കഠിന തടവ്. കേരളദേശത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വെണ്ടയ്ക്കാക്ഷരത്തിൽ തലയെക്കെട്ടും വ്യക്തമായ ചിത്രങ്ങളും. അപ്പോ എന്നോട് ശത്രുതയുള്ള ആരോ ആണ് ഇതിന്റെ സൃഷ്ടാവ്. കരുണ, താനൊരു പത്രക്കാരനല്ലേ? സ്വന്തം ലേഖനം എഴുതിയിട്ട് മറഞ്ഞിരിക്കുന്ന എഴുത്തുകാരനെ താൻ കണ്ടുപിടിക്കണം. അത് തന്റെ ഡ്യൂട്ടിയാ. ഏറ്റുമോലാളി. പോലീസ് അകമ്പടിയോടെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്ന എന്റെ വില്യത്തിന്റെ പടം, ആ വേദന മതി എനിക്ക്. ഇനി ആരോടും യാചനയില്ല. എന്റെ സ്വാധീനം ഉപയോഗിച്ച് നേടിയ അധികാരത്തിനും എണ്ണി വാങ്ങിയ പണത്തിനും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആഗ്രഹം സാധിച്ചതാ. അത് കഴിഞ്ഞു മതി ഇനി ഒരു കൂടിക്കാഴ്ച. സാറ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. എന്റെ മോൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പോ ഈ വരവിന്റെ ഉദ്ദേശം എന്താകും? എന്റെ മകനെ ജയിലിലാക്കിയ ആളിന്റെ മുഖത്ത് നോക്കി 2 ആട്ടാട്ടുക. സ്വാഭാവികമായി അതാണല്ലോ ചെയ്യേണ്ടത്. സാറ് പ്രതീക്ഷിക്കുന്നു അതാണല്ലോ. എന്നാൽ ഞാൻ വന്ന് ചണ്ട കൂടാനല്ല, മറിച്ച് സാറിനോട് നന്ദി പറയാനാണ്. സാറ് മുമ്പ് പറഞ്ഞതുപോലെ തല്ലി വളർത്താത്തതിൻ്റെ കേട് വില്യത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. നിയന്ത്രണമില്ലാത്ത ജീവിതം, ക്രിമിനൽ സ്വഭാവം, ഇതൊക്കെ അവൻ്റെ മുഖമുദ്രയാണ്. 2 വർഷമെങ്കിൽ 2 വർഷം അവൻ ജയിലിൽ കിടക്കട്ടെ. അതോടെ അവൻ മര്യാദ പഠിക്കുമല്ലോ. എന്നെക്കൊണ്ട് കഴിയാതെ പോയതാ സാറിപ്പോൾ ചെയ്തത്. ഭാവിയിൽ ഇതുകൊണ്ട് ഗുണമേ ഉണ്ടാവും. അലക്സാണ്ടർ ഇരിക്കേ. അയ്യോ, സമയം തീരെ പോരാ. സാറിനെ കാണുക, ശത്രുത ഇല്ലാന്ന് നേരിൽ പറയുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അലക്സാണ്ടർ ക്രൂരനാണ്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പുറത്തു പലരും. അതുകൊണ്ട് സാറ് ഭയന്നില്ലെങ്കിലും സാറിൻ്റെ ഈ ഭാര്യയും മക്കളും എന്നെ ഭയക്കാതിരിക്കില്ല. ഇന്നത്തോടെ എല്ലാ ആശങ്കയും മാറ്റിക്കോ. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാകില്ല. സ്വന്തം തെറ്റ് മനസ്സിലാക്കി അഭിമാനം മറന്ന് മാപ്പിരക്കുന്നവനാ വലിയവൻ. അലക്സാണ്ടർ ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ മുകളിലാണല്ലോ. വില്യത്തിന്റെ കാര്യമോർത്ത് താൻ ദുഃഖിക്കണ്ട. അയാളും മാറും. അപകടകരമായ പ്രായമാണല്ലോ ഇപ്പോ. ആലോചന തീരെ ഉണ്ടാവില്ല. പക്വത വരുന്നതോടെ സ്വന്തം തെറ്റുകൾ അയാളും തിരിച്ചറിയും. അവന് തിരിച്ചറിവ് കിട്ടട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന. കുറെ പണം കുന്നുകൂടിയിട്ട് എന്താ സാറേ പ്രയോജനം? അനുഭവിക്കാനുള്ളവർ അത് അനുഭവിക്കാൻ യോഗ്യരുമായിരിക്കണം. പിന്നെ വില്യത്തിന്റെ കാര്യത്തിനായി ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യുന്നതിൽ ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് പുത്രവാത്സല്യം അല്പം കൂടിപ്പോയി. അതാ ഞാൻ. ഹേയ്, അതൊന്നും സാരമില്ല. എന്നാ ഞാനിനി പൊയ്ക്കോട്ടെ. അല്ല, ചായ കുടിച്ചിട്ട്? അയ്യോ, ചായ കൂടിയൊക്കെ ഇനി വേറൊരവസരത്തിലാകാം. അപ്പോൾ ചേച്ചി, മക്കളെ, ഇപ്പൊ എന്തായി? കൊലവമ്പം കാൽച്ചോട്ടി വന്നില്ലേ? എന്തോ എനിക്ക് അയാളുടെ പെരുമാറ്റത്തിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല. അതെന്താടി മോളെ അങ്ങനെ? അയാൾ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാ. സത്യം പറഞ്ഞ ഇപ്പോഴും എന്റെ ശ്വാസം നേരെ വീണത്. എന്റെയോ? എനിക്കും ആശ്വാസായി.
നമസ്കാരം. ആ ഇരിക്കെ. എന്തൊക്കെയുണ്ട് കരുണ വിശേഷങ്ങള്? ഓ, നമുക്കെന്തോന്ന് വിശേഷം സാറേ. ചെറിയൊരു പത്രമായി അങ്ങനെ ജീവിച്ചു പോന്നു. പത്രത്തിന്റെ എഡിറ്ററുടെ മുതൽ റിപ്പോർട്ടറുടെ പണി വരെ ചെയ്യുന്നത് താൻ തന്നെയല്ലേ? അപ്പോൾ കിട്ടുന്നത് മുഴുവൻ ലാഭമായിരിക്കുമല്ലോ. പോരാത്തതിന് കാഹളത്തിന് ഇപ്പം തരക്കേടില്ലാത്ത സർക്കുലേഷൻ ഉണ്ടെന്നും കേട്ടു. ഓ, അത്രയ്ക്കൊന്നുമില്ല സാറേ. ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാതെ അങ്ങ് പോകുന്നു, അത്ര തന്നെ. ആ പിന്നെ ഞാനിപ്പോൾ വന്നത് സാറിനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനാണ്. സാറിൻ്റെ ഈ തൻ്റെ ഇടത്തെ, അല്ലെങ്കിൽ അലക്സാണ്ടർ പേട്ടെ പോലുള്ള ഒരാളുടെ മകനെതിരെ കേരളദേശം വാർത്ത കൊടുക്കൂ. മറ്റു പത്രങ്ങൾ ചെറിയ വാർത്തയാക്കി ചുരുക്കിയ സംഭവം ഫോട്ടോ സഹിതമല്ലേ കേരളദേശം ചിത്രീകരിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്ത എത്ര വലിയ കൊലക്കൊമ്പനായാലും കൊള്ളരുതായ്മ തുറന്നെഴുതാനുള്ള തൻ്റെ ഇടം പത്രങ്ങൾ കാണിക്കണം. ശരിയായ പത്രധർമ്മം അതാ. ആട്ടെ, ആരായി റിപ്പോർട്ട് തയ്യാറാക്കിയത്? അസലായിരിക്കുന്നു. അതുകൊണ്ട് ആളെ അറിയാനൊരു മോഹം. മിടുക്കനായ ഒരു ജേർണലിസ്റ്റ്. കരുണൻ ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി. അയാളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ തന്നാ മതി. അഭിനന്ദനം ഫോണിൽ കൂടെ ആവാമല്ലോ. അലക്സാണ്ടർ പേട്ടയുടെ വിശ്വസ്തനാണ് കരുണൻ എന്ന് എനിക്കറിയാം. അപ്പോൾ അലക്സാണ്ടറുടെ വേദനയിൽ കരുണനും വേദനിക്കേണ്ടതാണ്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? അത് പിന്നെ കുറച്ച് നാളായി ഞങ്ങൾ തമ്മിൽ തെറ്റില്ല. ഓഹോ. എന്ന് വെച്ചാ എത്ര നാളെന്ന് കരുതിയ അയാൾക്ക് വേണ്ടി കള്ളക്കഥകൾ എഴുതി വിടുക. ക്ഷമ കെട്ടപ്പോ ഇനിയൊന്നും പത്രത്തിലിടാൻ പറ്റില്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. മതിയല്ലോ മൂർഖന്റെ പത്തി വിടരാൻ. ഇപ്പൊ എനിക്കെതിരെ വധഭീഷണി വരെയുണ്ട്. അതുകൊണ്ടാ പേട്ട കുടുംബത്തിനെതിരെ പേനയെടുത്ത ആ ജേർണലിസ്റ്റിനെ ഞാൻ തിരക്കുന്നത്. ആളാരാണെന്നൊരു ഹിന്റ് താ സാറേ. ഹിന്റ് തരാം. പക്ഷേ അതിനുശേഷം അയാൾക്ക് എന്ത് സംഭവിക്കുന്നുകൂടി പറ. കൈവിട്ടു, അതോ കയ്യും കാലും അടിച്ചൊടിക്കുവോ, അതോ റെയിൽവേ ട്രാക്കിലോ കായൽ തീരത്തോ കൊണ്ടിടുവോ? അയാളുടെ ബോഡിയെ സാറെന്താ ഇങ്ങനെ? എടോ കരുണ, പത്രധർമ്മത്തെക്കുറിച്ച് പറയാൻ പോലും അർഹതയില്ലാത്ത താൻ ഇവിടെ ഇരുന്ന് കുറച്ച് വാചകമടിച്ചു എന്ന് കരുതി വർഷങ്ങളായി ആൾക്കാരെ അറിയുകയും കാണുകയും ചെയ്യുന്ന എന്നോട് തന്നെ വേണോ തൻ്റെ ഈ പൊട്ടംകളി? കേരളദേശത്തിൽ പേട്ടക്കുടുംബത്തെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ അത് അലക്സാണ്ടറുടെ ചങ്കിക്കൊണ്ടു. തന്നെ മുറിവേൽപ്പിച്ചത് ആരാണെന്ന് അയാൾക്കറിയണം. അതിന് നേരും നെറിയുമില്ലാതെ ആരെക്കുറിച്ചും എന്തു എഴുതുന്ന തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അല്ലേ? വളരെ നിസ്സാരമായി എൻ്റെ നാവിന്ന് രഹസ്യം ചോർത്താമെന്ന് കരുതിയെങ്കിൽ കരുണന് തെറ്റി. എൻ്റെ നാവിന്ന് ആ ജേർണലിസ്റ്റിൻ്റെ പേര് താനോ തൻ്റെ തമ്പുരാനോ അറിയില്ല. സാറേ, പറയുമ്പോൾ എല്ലാം അങ്ങ് പറഞ്ഞു തീരും. പക്ഷെ കളി അലക്സാണ്ടർ പേട്ടയോടാ, അത് മറക്കരുത്. അലക്സാണ്ടർ പേട്ട ദൈവമൊന്നും അല്ലടോ. അയാളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അരച്ച് കലക്കി കുടിച്ചവനായി ഞാൻ. തന്നേക്കാൾ മുന്നേ എനിക്ക് അയാളെ അറിയാം. വളർച്ചയുടെ പടവുകളിൽ എവിടൊക്കെ ചോരക്കറ വീണിട്ടുണ്ടെന്നും അറിയാം. ആ കഥകളൊക്കെ സർക്കുലേഷൻ ഏറെയുള്ള കേരളദേശം പത്രത്തിലൂടെ അടിച്ചു വന്നാൽ കരിയർ നഷ്ടപ്പെടുന്നത് എൻ്റെ ആയിരിക്കില്ല, അയാളുടേതായിരിക്കും. പോയി പറഞ്ഞേക്ക് തൻ്റെ യജമാനോട്. ഹലോ. ആ, ഞാനാ മുതലാളി കർണൻ. എന്തായി കരുണ? പോയ കാര്യം നടന്നില്ല മുതലാളി. ആ എഡിറ്റർ ദത്തൻ ജേർണലിസ്റ്റിന്റെ പേര് പറഞ്ഞില്ല. പേര് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്തു. ദത്തൻ അയാൾക്ക് ഞാൻ പണ്ടേ ചതുർത്ഥിയാണ്. സാരമില്ല കരുണ. ആദ്യം പ്രൊഫസർ, അത് കഴിഞ്ഞ് അയാളുടെ സഹായികള്, അങ്ങനെ നമുക്ക് തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ശരി.